എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അമൽ. ഹെവൻസ് ഓഫ് കേരളയുടെ പുതിയ കുറച്ച് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ കനകക്കുന്നിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്നിൽ നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് ലൈറ്റ് ഷോ, ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ. അപ്പം കഴിഞ്ഞ 25-ാം തീയതി ഞാൻ പോയി കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ കനകക്കുന്നിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തിരുവനന്തപുരം നമ്മുടെ കനകക്കുന്ന് കാണാൻ വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് അഡൽസിന് നമുക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഉള്ളി എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോഴാണ് അവർ ടിക്കറ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 25-ാം തീയതിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസിൻ്റെ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തും അതുപോലെ എൻട്രൻസിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഉന്തും തള്ളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് നടക്കാം. എന്നാലും തിരക്കുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. 50 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാലും കാണാൻ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത അകത്തേക്ക് ഗേറ്റ് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ലൈറ്റ് സെറ്റിംഗ് ആണ് നമുക്ക് ഈ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്രിസ്മസിൻ്റെയും ആ ഒരു ന്യൂ ഇയറിൻ്റെയും ഒക്കെ തീമൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ലോൺ ഏരിയയിൽ ഫുള്ളായിട്ട് ഇതുപോലുള്ള ലൈറ്റുകളും സ്റ്റാറുകളും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡ്രാഗണിൻ്റെ ഒരു അടിപൊളി ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ ഈ കാണുന്ന പോലെ. നമ്മുടെ ഒരു ഡ്രാഗൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നല്ല അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് ഇട്ട് നല്ല റെഡ് കളറിൽ ഒരു ക്രിസ്മസിൻ്റെ തീമൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് സെറ്റപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള ഫ്ലവർ ഷോയെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കനകക്കുന്നിലേക്ക് വരുന്ന ഒരു ജനത്തിരക്കിനെ കുറിച്ച്. ഇത്രയൊക്കെ തിക്കും തിരക്കും കൂട്ടി ടിക്കറ്റൊക്കെ എടുത്ത് കാണാനുള്ളതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ളതുണ്ട് കേട്ടോ. ലൈറ്റ് സെറ്റപ്പ് തന്നെ അതിമനോഹരമായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് തിരുവനന്തപുരത്തെ നമ്മുടെ കനകക്കുന്ന്.
ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഇതിനകത്തൂടെ കയറി മിററൊക്കെ വെച്ചിട്ട് കൺഫ്യൂഷനായി നമ്മുടെ വഴി തെറ്റിപ്പോകുന്നൊരു പരിപാടിയാണ്. പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അപ്പുറഭാഗം കാണാൻ പറ്റും. അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാവരും വഴിയൊക്കെ നോക്കി പോകുന്നുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീബ്രയും ഇതിനെ ഡക്കിനെയൊക്കെ വെച്ചിരിക്കുന്നത് ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കനകക്കുന്ന് പാലസിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ നമ്മുടെ ആ ഫ്ലവർ ഷോ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കാണാം. അതിന് ചുറ്റോടും ഒരുപാട് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടന്നൊക്കെ കയറി വരുമ്പോഴത്തേക്കും കുറച്ച് നേരം എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ ആ പാലസിൻ്റെ ഒരു വാളിലായിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഈ കാണുന്ന നമ്മുടെ ആ പാലസിൻ്റെ ഹാളിനകത്തും ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഈ തിരക്ക് കണ്ടറിയാം അതിനകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല, പുറത്ത് നിന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 10 മണി വരെയാണ് കേട്ടോ ടൈമിങ്. ഏറ്റവും ബെറ്റർ നമുക്ക് രാത്രി വരാനാണ്. കാരണം ഒരു 7 മണി കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് മാത്രമേ കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതേ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ കണ്ട് അതേപോലെ തന്നെയാണ് തിരക്ക്. തിരിച്ച് വന്നപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിലൊക്കെ ഒരു രക്ഷയില്ല. പ്രത്യേകം പറയാനുള്ളത് വണ്ടിയായിട്ട് വരുന്നവർ പാർക്ക് ചെയ്യണമെങ്കിൽ ഒരു രക്ഷയില്ല. ഇവിടെങ്ങും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് പാർക്കിംഗ് സ്പേസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും ഒരു 1.5 കിലോമീറ്റർ മാറ്റി മുമ്പോട്ടേക്ക് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് നടന്നാണ് ഇവിടെ വന്നത് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാം കേട്ടോ. ഇത് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്. ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നും താഴെയൊക്കെ നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. സിറ്റി ഫുള്ള് കറങ്ങി കാണിച്ചിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. പക്ഷേ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു ബസ്സിൽ പോയാൽ കിട്ടും. ഇത് നമ്മുടെ CSI ചർച്ചിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഫുൾ സ്റ്റാർ ഇട്ടിരിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. ഈ CSI ചർച്ചിനകത്തും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കനകക്കുന്നിൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട.